മിസ്റ്ററി ഹൊറർ ജേണറിൽ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഹോളിവുഡ് മൂവിയാണ് വെപ്പൺസ്. ജോഷ് ബ്രോളിൻ അഥവാ നമ്മുടെ താനോസ്, ജൂലിയ ഗാർണർ അഥവാ നമ്മുടെ പുതിയ സിൽവർ സർഫർ, ഇവരെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടാണ് ഈ പടം ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിവ്യൂസുമായിട്ടും നല്ല റിസപ്ഷനുമായിട്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്ന പടം ഞാൻ കാണാൻ തീരുമാനിച്ചു, കണ്ടു. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ വെപ്പൺസ്. 2 മണിക്കൂർ 10 മിനിറ്റ് ഡ്യൂറേഷനുള്ള പടമാണ് ഇത്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് എ വില്ലേജ്. അവിടെ ഒരു 18 കുട്ടികൾ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 18 കുട്ടികളുണ്ട്. ആ 18 കുട്ടികളിലെ 17 കുട്ടികളും ഒരു ദിവസം രാത്രി ഡിസപ്പിയർ ആവുന്നു, മിസ്സിങ് ആവുന്നു. സോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. സോ ആ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മോഡലാണ് പടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഓരോരോ ഇൻസിഡൻസ് വരുമല്ലോ, ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടർ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ക്യാരക്ടർ വന്നെത്തുന്നതും പിന്നീട് ആ ക്യാരക്ടറിൻ്റെ വ്യൂ ഓഫ് പോയിന്റിലേക്ക് പോകുന്നതും, അങ്ങനെ ആ മിസ്റ്ററി സ്ലോലി അൺഫോൾഡ് ആയി പോകുന്ന രീതിയിലാണ് പടം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി പടം മൊത്തം ഉണ്ട്. ഇൻ ദ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു പെർഫെക്ഷനോടെ ആ പടം സ്ക്രീനിലേക്ക് എത്തിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പക്ഷേ ഈ സിന്നർ എന്നുള്ളൊരു മൂവിയായിട്ട് കുറേയൊക്കെ ഒരു സിമിലാരിറ്റി തോന്നി. ഐ മീൻ സ്റ്റോറി ലൈനല്ല, ആ പടത്തിൻ്റെ മേക്കിങ്ങിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജംസ്കെയേഴ്സ് ഒക്കെ റിലേറ്റീവ്ലി കുറവാണ്, പക്ഷേ എന്നാലും ഉണ്ട്, സിന്നേഴ്സിലും ഉണ്ട്. അപ്പോൾ ജംസ്കെയേഴ്സ് ഉണ്ട്, എന്നാൽ ജംസ്കെയേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മൂവിയല്ല. ഇപ്പോൾ ഒരു സ്റ്റോറി ലൈനിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ആ മിസ്റ്ററിയിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന പടം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആസ് എ വ്യൂവർ എൻഗേജിങ് ആയിരുന്നു പടം. എവിടെ ഒരു ഡൾ മൊമെൻറ്റ്സ് വരുന്നില്ല. എപ്പോഴും നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പടം കണ്ടു തീർക്കാനുള്ളതിൽ. പിന്നെ പേഴ്സണലി എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആകെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് ഫോർ ആസ് എ ഹൊറർ മൂവി ഫാൻ, എനിക്ക് കുറച്ചുകൂടി ജംസ്കെയേഴ്സ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. Other than that, I don't think there is anything wrong with this film. This is a fantastic film. I would highly recommend this. Go watch it എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആ പടം ഉണ്ടാക്കുന്ന ഒരു മൂഡുണ്ട്, ആ മൂഡിലാണ് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പടത്തിൽ നമ്മൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം മുന്നോട്ട് പോകുന്നു. ഓരോരുത്തരും ആ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതനുസരിച്ച് മിസ്റ്ററി നമുക്ക് മുന്നിലും അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ദിസ് എ നാരേറ്റഡ് ഫിലിം. അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ആസ് എ വെരി ഗുഡ് ക്ലൈമാക്സ് ആസ് വെൽ. സോ ഗോ വാച്ച് ഇറ്റ്, ഹൈലി റെക്കമെൻഡഡ്.